ഡോക്ടർ ആകാശ് ത്യാഗിയുടെയും പൂനം ത്യാഗിയുടെയും ജീവിതത്തിലേക്ക് നമുക്കൊന്നാഴത്തിലിറങ്ങിച്ചെല്ലാം. വെറും 40 മാസം, അത്രയും സമയം കൊണ്ട് അവരുടെ ജീവിതം മൊത്തത്തിൽ മാറിമറിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ ലക്ഷ്യം ഇതാണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്നൊരു ഫീൽഡ്, അതിൽ തന്നെ വെസ്റ്റീജ്, വിന്നിംഗ് ടീം, ഇവയൊക്കെ ഒരു സാധാരണ കുടുംബത്തിന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു വഴിത്തിരിവായി എന്ന് മനസ്സിലാക്കുകയാണ്. ഈ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ലളിതമായി എങ്ങനെ പറയാം? വളരെ സിമ്പിളാണ്. അതായത് നമ്മൾ സാധാരണ കാണുന്ന കടകളൊന്നുമില്ലാതെ ആളുകൾ നേരിട്ട് കസ്റ്റമേഴ്സിന് പ്രോഡക്ട്സ് വിൽക്കുന്നു. അതിലൂടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു. അതാണ് സംഭവം. അപ്പോൾ അവർ നേരിട്ട പ്രതിസന്ധികൾ, പിന്നെ ഈ അവസരം അവർ എങ്ങനെ ഉപയോഗിച്ചു, ഇതൊക്കെ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ശരി. അപ്പോ കഥയുടെ തുടക്കം ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നാണ്. ഒരു സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ നല്ല സുരക്ഷിതമാണല്ലേ? പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അതൊരു മികച്ച ജീവിതമായിട്ടേ തോന്നൂ. അതെ അതെ, എല്ലാവരും അങ്ങനെയാണ് ചിന്തിക്കുക. പിന്നെ എവിടെയാണൊരു പ്രതിസന്ധി വരുന്നത്? എന്തായിരുന്നു ആ ഒരു ടേണിംഗ് പോയിന്റ്? അതാണ് ഈ കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. ഡോക്ടർ ആകാശ് ത്യാഗിക്ക് ജയ്സാൻമേരിലേക്ക് ഒരു പോസ്റ്റിംഗ് കിട്ടുന്നു. അതിന് തൊട്ടു മുൻപാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ മരിക്കുന്നത്. ഓ. അമ്മ നേരത്തെ തന്നെ ഇല്ലായിരുന്നു. അതോടെ പഠിച്ചുകൊണ്ടിരുന്ന 3 ഇളയ സഹോദരങ്ങളുടെ, അവരുടെയെല്ലാം പൂർണ്ണ ഉത്തരവാദിത്തം ഇദ്ദേഹത്തിന്റെയും ഭാര്യയുടെയും ചുമലിലായി. അതായത് സ്വന്തം ജീവിതമൊന്ന് സെറ്റിലാകുന്ന സമയത്താണ് ഇത്രയും വലിയൊരു ഉത്തരവാദിത്തം വരുന്നത്. അതെ. അന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണെങ്കിലേ അവർക്ക് 2 പേർക്കും ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതിന്റെ കൂടെയാണ് ഈ പുതിയ ഭാരം കൂടി വരുന്നത്. ആ സാഹചര്യം ഒന്ന് ആലോചിച്ചു നോക്കൂ. വരുമാനം പഴയത് തന്നെ, പക്ഷെ ഉത്തരവാദിത്തങ്ങൾ പെട്ടെന്ന് ഒരുപാട് കൂടി. വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ യാഥാർത്ഥ്യം മുന്നിലിങ്ങനെ നിൽക്കുമ്പോ ശരിക്കും ഒരു സമ്മർദ്ദമായിരുന്നിരിക്കണം. അതെ. ആ ഒരു സാഹചര്യത്തിലാണ് അവർ രണ്ടാമതൊരു വരുമാന മാർഗത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ മാറ്റിവെച്ച് കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിക്കേണ്ടി വരും. ആ ഒരു പേടി അവർക്കുണ്ടായിരുന്നു. ആ അന്വേഷണമാണോ അവരെ ഈയൊരു പുതിയ ലോകത്തേക്ക് എത്തിച്ചത്? അതെ, ആ അന്വേഷണമാണ് അവരെ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലേക്കും അതിലൂടെ വെസ്റ്റീജ് എന്ന അവസരത്തിലേക്കും എത്തിക്കുന്നത്. തോന്നാൻ കാരണം എന്തായിരുന്നു അതിലെ ഒരു പ്രത്യേകത? അതിലെ ഒരു പ്രധാന ഘടകം എന്താണെന്ന് വെച്ചാൽ, ഡോക്ടർ ആകാശ് ത്യാഗി തന്നെ ഇതിനെ വിശേഷിപ്പിച്ചത് വളരെ റിവാർഡിംഗ് ആയൊരു പ്ലാൻ എന്നാണ്. റിവാർഡിംഗ്? അതെ. അതായത് നമ്മൾ ചെയ്യുന്ന പ്രയത്നത്തിന് അതിന് തക്കതായ ഒരു പ്രതിഫലം കിട്ടുന്നു. പിന്നെ ഇതിലെ പ്രധാന ആശയം ലിവറേജ്ഡ് ഇൻകം എന്നതാണ്. അതൊന്ന് വിശദീകരിക്കാമോ? സിമ്പിളാണ്. നമ്മുടെ അധ്വാനത്തിന് മാത്രമല്ല നമുക്ക് വരുമാനം കിട്ടുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടീമില്ലേ, നെറ്റ്വർക്ക്, അതെ, ആ നെറ്റ്വർക്കിന്റെ പ്രയത്നത്തിനും നമുക്ക് വരുമാനം ലഭിക്കും. ഈ ഒരു ഘടനയാണ് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ നേട്ടം എന്ന ആ വാഗ്ദാനത്തിന് പിന്നിൽ. അവിടെയാണ് ആ ശ്രദ്ധേയമായൊരു താരതമ്യം വരുന്നത്, അല്ലേ? ഒരു സാധാരണ ജോലിയിലൂടെ ഒരു 40 വർഷം കൊണ്ടൊക്കെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലൂടെ വെറും 4 വർഷം കൊണ്ട് സാധ്യമാക്കാം എന്നൊരു വാഗ്ദാനം പെട്ടെന്നൊരു വളർച്ച ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഇത് ശരിക്കും വളരെ ആകർഷകമായി തോന്നും. തീർച്ചയായും. അവരുടെ വാക്കുകളിൽ പറഞ്ഞാൽ, ഒരാളുടെ എല്ലാ സ്വപ്നങ്ങളും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് യാഥാർത്ഥ്യമാക്കാൻ ഇതിലും നല്ലൊരു ഓപ്ഷൻ ഈ ഭൂമിയിലില്ല എന്നവർ വിശ്വസിച്ചു. ആ ഒരു സാധ്യതയാണ് അവരെ ഇതിലേക്ക് പൂർണ്ണമായി ആകർഷിച്ചത്. ശരി. അപ്പോൾ വെസ്റ്റീജ് എന്ന അവസരം അവര് കണ്ടെത്തി. പക്ഷെ ഒരു അവസരം കയ്യിൽ കിട്ടിയാൽ മാത്രം പോരല്ലോ, അതെങ്ങനെ കൃത്യമായി ഉപയോഗിക്കണമെന്നറിയണം. ഒരു വഴികാട്ടി വേണം. അവിടെയാകും വിന്നിംഗ് ടീം എന്ന ആ ഒരു സിസ്റ്റത്തിന് പ്രസക്തി, അല്ലേ? വളരെ ശരിയായൊരു പോയിന്റാണ്. ഇതൊരു ബിസിനസ് മാത്രമല്ല, അതിനൊരു വിദ്യാഭ്യാസ രീതി കൂടിയുണ്ട്. എഡ്യൂക്കേഷൻ സിസ്റ്റം. അതെ. വിന്നിംഗ് ടീം നൽകുന്ന ആ പരിശീലനവും തത്വങ്ങളുമാണ് തങ്ങളുടെ വിജയത്തിന് പിന്നിലെന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് വെസ്റ്റീജ് പ്രോഡക്ട്സ് തരുന്നു, പക്ഷേ അത് എങ്ങനെ വിൽക്കണം, ഒരു ടീമിനെ എങ്ങനെ നയിക്കണം, ഒരു സംരംഭകന്റെ മനോഭാവം എങ്ങനെ ഉണ്ടാക്കിയെടുക്കണം, ഇതൊക്കെ പഠിപ്പിച്ചത് വിന്നിംഗ് ടീമാണെന്നാണ് ഡോക്ടർ ത്യാഗി വ്യക്തമാക്കുന്നത്. അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ ലളിതമായി. അപ്പോ ഇത് പണമുണ്ടാക്കുന്ന ഒരു മാർഗം മാത്രമല്ല, ഒരു വ്യക്തിത്വ വികസന കോഴ്സ് പോലെ കൂടിയാണെന്നാണോ അവർ പറയുന്നത്? കൃത്യമായി പറഞ്ഞാൽ അതെ. പണം സമ്പാദിക്കുന്നതിനോടൊപ്പം നമ്മളൊരു മികച്ച വ്യക്തിയായി മാറുന്നു. അതാണ് വിന്നിംഗ് ടീമിനൊപ്പം മാത്രമേ സാധിക്കൂ എന്ന് അവർ പറയുന്നത്. ഈ മെച്ചപ്പെട്ട വ്യക്തി എന്നതുകൊണ്ട് എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? ഒരുപക്ഷേ ആശയവിനിമയം നടത്താനുള്ള കഴിവ്, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകാനുള്ള കഴിവ്, പ്രതിസന്ധികളെ പേടിക്കാതെ നേരിടാനുള്ള ഒരു ധൈര്യം. ശരിയാണ്.
ചിട്ടയായ ഒരു ജീവിതശൈലി, ഇങ്ങനെയുള്ള ഒരുപാട് വ്യക്തിപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഈ സിസ്റ്റം അവരെ സഹായിച്ചു. പണത്തിനപ്പുറം ഈയൊരു വളർച്ചയാണ് ഏറ്റവും വലുതെന്ന് അവർ കരുതുന്നു. ഓക്കെ. അപ്പോൾ വെസ്റ്റീജ് എന്ന പ്ലാറ്റ്ഫോം, വിന്നിംഗ് ടീം എന്ന പരിശീലനം, ഈ രണ്ടും ചേർന്നുള്ള യാത്ര 40 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ ജീവിതം എങ്ങനെയായി? നമുക്കാദ്യം അവർ നേടിയ ഭൗതികമായ കാര്യങ്ങൾ നോക്കാം. എന്തൊക്കെയായിരുന്നു അത്? ജീവിതം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായും മാറിയിരുന്നു. ആ ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ മാറ്റം മനസ്സിലാകും. ഒന്നാമത്തെ കാര്യം, ജോലിയിലെ ആ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ? തീർച്ചയായും 58 വയസ്സുവരെ തുടരേണ്ടിയിരുന്ന ആ ജീവിതം അവർ നേരത്തെ തന്നെ അവസാനിപ്പിച്ചു. ഇപ്പോൾ അവർ സ്വന്തം സമയത്തിന്റെ, സ്വന്തം ബിസിനസിന്റെ ബോസാണ്. സ്വന്തം സമയത്തിന്റെ നിയന്ത്രണം കയ്യിൽ കിട്ടുക എന്നത് തന്നെ ഒരു വലിയ നേട്ടമാണ്. പിന്നെ വേറെന്തൊക്കെയാണ് അവർ നേടിയത്? അവർ സ്വന്തമായൊരു ലക്ഷറി കാർ വാങ്ങി. കൊള്ളാം. അവരുടെ എല്ലാ യാത്രകളും, വിദേശയാത്രകൾ ഉൾപ്പെടെ, ഇപ്പോ വിമാനത്തിലാണ്. ഓ. അതുമാത്രമല്ല, അവരുടെ ഒരു സ്വപ്നഭവനം, അതിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുവെന്നും ഈ രേഖകൾ പറയുന്നുണ്ട്. പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം അപ്പുറം അവർക്ക് ലഭിച്ച മറ്റ് നേട്ടങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? കാരണം യഥാർത്ഥ സന്തോഷം പലപ്പോഴും അതായിരിക്കില്ലല്ലോ. തീർച്ചയായും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റമായി അവർ കാണുന്നതും. കുടുംബത്തിനും കുട്ടികൾക്കുമൊപ്പം ചെലവഴിക്കാൻ ധാരാളം സമയം കിട്ടുന്നു. ജീവിതത്തിലൊരു സമാധാനവും സന്തോഷവും അവർക്കിപ്പോൾ ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. ഒരു വർക്ക് ലൈഫ് ബാലൻസ് അല്ലേ? അതെ. ബിസിനസ് ചെയ്യുന്നതിനൊപ്പം തന്നെ കുടുംബത്തിന് പൂർണ്ണ പിന്തുണ നൽകാനും സമയം കിട്ടുന്നു എന്നത് പൂനം ത്യാഗി എടുത്തു പറയുന്നൊരു കാര്യമാണ്. ആ ഒരു ജീവിത സന്തുലിതാവസ്ഥയാണ് അവരെ ഏറ്റവും വിലമതിക്കുന്നത്. അവരുടെ മനോഭാവത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾ തന്ന വിവരങ്ങളിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണിതെല്ലാം നടക്കുന്നത് എന്നൊരു കാഴ്ചപ്പാട്. അതെ. വിജയത്തിന്റെ മുകളിൽ നിൽക്കുമ്പോഴും ആ ഒരു വിനയം അവർക്കുണ്ട്. അത് ശ്രദ്ധേയമാണ്. എല്ലാം ചെയ്യുന്നത് അവിടുന്നാണ്, എനിക്ക് വെറുമൊരു പേര് കിട്ടുന്നുവെന്ന് മാത്രം എന്നാണ് ഡോക്ടർ ത്യാഗി പറയുന്നത്. ഇത് അവരുടെ ഒരു കാഴ്ചപ്പാടിനെയാണ് കാണിക്കുന്നത്. അപ്പോ നമ്മൾ ഇന്ന് കണ്ടത് ജീവിതത്തിലെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ, അതിനെ ഒരു വലിയ അവസരമാക്കി മാറ്റിയ ഒരു കുടുംബത്തിന്റെ കഥയാണ്. വെസ്റ്റീജ് എന്നൊരു ശക്തമായ പ്ലാറ്റ്ഫോമും വിന്നിംഗ് ടീം എന്ന വിദ്യാഭ്യാസ സമ്പ്രദായവും ഇവ രണ്ടും ചേർന്നപ്പോൾ വെറും 40 മാസം കൊണ്ട് അവരൊരു സ്വപ്ന ജീവിതം തന്നെ കെട്ടിപ്പടുത്തു. അതെ. ഈ അനുഭവം വ്യക്തമാക്കുന്നത് ഇതാണ്. ജീവിതത്തിൽ എല്ലാം നേടണമെന്ന് ആഗ്രഹിക്കുന്ന, അതും കുറഞ്ഞ സമയം കൊണ്ട് നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും വേണ്ടിയുള്ളതാണ് വെസ്റ്റീജ് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലും വലിയ ലക്ഷ്യങ്ങളുണ്ടെങ്കിൽ ഒരുപക്ഷേ ഈ അനുഭവം നിങ്ങൾക്കും ഒരു പുതിയ ദിശാബോധം നൽകിയേക്കാം. ശരിയാണ്. അപ്പോ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ചിന്തിക്കാം. പണം സമ്പാദിക്കുന്നതിനൊപ്പം ഒരു വ്യക്തിയെന്ന നിലയിൽ നമ്മൾ എത്രത്തോളം വളരുന്നു എന്നതിലാണ് യഥാർത്ഥ വിജയമെന്ന് പറയുന്നതിൽ ഒരു വലിയ തത്വമില്ലേ? സാമ്പത്തിക വിജയത്തിനപ്പുറം ഒരു വ്യക്തിയുടെ സമ്പൂർണ്ണ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു സിസ്റ്റം, അതാണോ യഥാർത്ഥത്തിൽ ഇവിടെ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്? ഇതിനെക്കുറിച്ച് നിങ്ങൾ തീർച്ചയായും ഒന്ന് ആലോചിക്കണം.